see him. സലാലയിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസത്തെ യാത്രാ ഡെസ്റ്റിനേഷൻ മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചാരത്തേക്കായിരുന്നു. ഏകദേശം 25 കിലോമീറ്റർ ദൂരമാണ് ടൗണിൽ നിന്ന്. മഞ്ഞുമൂടിയ റോഡിലൂടെ വളരെ സാഹസപ്പെട്ടാണ് ഡ്രൈവ് ചെയ്തത്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഞങ്ങളെത്തിയ സമയത്ത് അധികം സന്ദർശകരുണ്ടായിരുന്നില്ല. ഈ ഒരു സ്ഥലത്ത് നിന്ന് ആത്മീയമായും ശാരീരികമായും മാനസികവുമായും ഞങ്ങൾക്ക് ലഭിച്ച ഫീൽ ചെറുതൊന്നുമല്ല. ഖബർ സിയാറത്തിന് ശേഷം നേരെ അയ്യൂബ് നബിക്ക് രോഗശമനം ലഭിച്ച കുളത്തിനടുത്തേക്കാണ് പോയത്. മലയിടുക്കിൽ നിന്നാണ് വെള്ളം ഉത്ഭവിക്കുന്നത്. പിന്നീട് കെട്ടുകളായി തിരിച്ച് ഒഴുക്കിവിടുന്നുണ്ട്. കുളത്തിലേക്ക് ഇറങ്ങാനും വെള്ളം ശേഖരിക്കാനുമായി പടവുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മനോഹരമായൊരു പ്രദേശം. വലിയ പാറക്കെട്ടിന് താഴെയായിട്ടാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. നീണ്ട പടവുകൾ ഇറങ്ങി വേണം താഴേക്ക് എത്താനായിട്ട്. ശേഷം നേരെ വാദി ദർബാത്തിലേക്കാണ് പോയത്. സലാല സഞ്ചാര കേന്ദ്രങ്ങളുടെ ഹൃദയമെന്ന് വിളിക്കാം വാദി ദർബാത്തിനെ. സഞ്ചാരികളെ കൊണ്ട് റോഡുകൾ നിറഞ്ഞിരിക്കുന്നു. പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ, അതിനു മുന്നിലൂടെ ചെറിയ തടാകം. ബോട്ടിംഗ് നടത്തുന്നുണ്ട്. പലയിടങ്ങളിലായി സഞ്ചാരികൾ തമ്പടിച്ചിരിക്കുന്നു. ഞങ്ങൾ ബോട്ടിങ്ങിന് കയറി. 5 റിയാലാണ് ഒരു ട്രിപ്പിന് ചാർജ് ചെയ്യുന്നത്. മനോഹരമായ ബോട്ട് യാത്ര, ശാന്തം, സമാധാനം. സത്യത്തിൽ ഫോൺ ഉപയോഗിക്കാതെ മറ്റു അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ ഒഴിവാക്കി ശാന്തമായി വേണം സലാല കരീഫ് ആസ്വദിക്കാൻ. അത്രയ്ക്ക് മനോഹരമായ പ്രകൃതിയാണ് സലാലയ്ക്ക്. ബോട്ടിംഗ് കൂടാതെ പലവിധ ആക്ടിവിറ്റികളും ഇവിടെയുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക ഫ്രെയിമുകൾ. കൂടുതൽ വീഡിയോ പകർത്താതെ ഞാനും ആസ്വദിച്ചു. ഇനി ഞങ്ങൾ പോയത് സലാലയിൽ പ്രസിദ്ധമായ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ്. പലയിടങ്ങളിൽ ഈ കേന്ദ്രങ്ങളുണ്ട്. ഈ ഒരു കച്ചവട രീതിയും അതിൻ്റെ രൂപകൽപ്പനയും വളരെ ആകർഷണമുളവാക്കുന്നവയാണ്. ചക്കയാണ് റേയുടെ ലക്ഷ്യം. യാത്ര തുടങ്ങിയപ്പോൾ മുതലുള്ള സംസാരമാണ്. കൂടുതൽ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. സ്റ്റോറേജ് ഫുള്ളായതിനാൽ പിന്നീടുള്ള യാത്രയിൽ മുഴുവൻ ശ്രദ്ധയും ആസ്വാദനത്തിൽ മാത്രമായിരുന്നു. അങ്ങനെ സലാലയിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സലാലയിൽ ഞങ്ങൾക്ക് വേണ്ട താമസം ഒരുക്കി തന്ന പ്രിയപ്പെട്ട ബിൻഷ ചേച്ചിക്ക് 1000 നന്ദി. കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രണവിനും.